ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് ലക്ഷ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഇപ്പോൾ ലൈവിൽ ബർത്ത്ഡേ സംബന്ധിച്ച് ബിഗ് ബോസ് ഒരു കേക്കൊക്കെ കൊടുത്തു. അല്ല, ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ആ കേക്കൊക്കെ മുറിക്കുന്ന ഒരു സമയത്ത് ഉള്ള ഒരു ക്യൂട്ട് മൊമെൻ്റാണ് നമ്മുടെ അനുമോളുടെയാണ്. അപ്പോൾ ലക്ഷ്മി എന്തായാലും കുറച്ച് കേക്കൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് അവരുടെ പാരൻസും അമ്മയും അതുപോലെ തന്നെ കൂട്ടുകാരിയും അനിയത്തിയും അതുപോലെ തന്നെ എന്താ പറയുക മകൻ മോനും ഒക്കെ കുഞ്ഞു വാവയൊക്കെ ബർത്ത്ഡേ വിഷസൊക്കെ പറഞ്ഞു. അതൊക്കെ പ്ലാസ്മ ടി വിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ചോക്ലേറ്റ് കേക്കാണ് കൊടുത്തത്. ആ കേക്ക് ഇപ്പോൾ എല്ലാവരും മുറിച്ചൊക്കെ തിന്നു. ഭയങ്കര ഇല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ചക്കക്കൂട്ടാൻ കണ്ട നമ്മുടെ ഗ്രഹിണി പിടിച്ച പിള്ളേരെ പോലെ എല്ലാവരും കൂടി എങ്ങനെയെങ്കിലുമൊക്കെ എപ്രാളപ്പെട്ട കേക്ക് അങ്ങ് തീർത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ലക്ഷ്മി ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ലക്ഷ്മിക്ക് നെഗറ്റീവ് ഒന്നും അത്ര വലിയ പ്രശ്നമില്ല എന്ന് മനസ്സിലായി. കാരണം അമ്മ പറഞ്ഞു, മോളെ നന്നായിട്ട് കളിച്ചിട്ട് വിൻ ചെയ്ത് വരാൻ പറഞ്ഞു, നന്നായി കളിച്ച് നന്നായി പരിശ്രമിച്ച് വിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ തന്നെയായിരുന്നു ലക്ഷ്മി. എന്തായാലും ഇപ്പോൾ ടോപ്പ് 2-ലാണ് ഇപ്പോഴത്തെ ഇന്നത്തെ നമ്മുടെ നോമിനേഷൻ്റെ വോട്ടിംഗ് ലിസ്റ്റിൽ ലക്ഷ്മി ടോപ്പ് 2-ലാണ് കിടക്കണേ കേട്ടോ. അത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ടോപ്പ് 2-ലൊക്കെ ഒരു വൈൽഡ് കാർഡ് വരുമെന്ന് പറഞ്ഞാൽ ഭയങ്കര അതിശയമാണ് കേട്ടോ. അപ്പോൾ ടോപ്പ് 2-ൽ വന്ന് കിടക്കുവാണ്. അതും ആരെയൊക്കെയാണ് പിന്തള്ളിയെ ഭയങ്കര ക്യൂട്ട്നെസ് വാരി വിതറുന്ന നൂറയും ആദിലയും പോലും. ആദിലയൊക്കെ ഏറ്റവും ബാക്കിൽ പോരണം. കാരണം ആദിലെ ഔട്ടാക്കണം. എന്നിട്ട് നൂറ അവിടെ വളരെ നല്ല കുട്ടിയായിട്ട് അവിടെ നിന്ന് കളിച്ചോളൂ. അവൾക്ക് നല്ല ഗെയിമും അറിയാം. അവൾ അത്യാവശ്യം റെസ്പെക്റ്റ് ഉള്ള ഒരു പെണ്ണുമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ അനുമോളും എല്ലാവരും കേക്കൊക്കെ മുറിച്ചു വന്നു. എല്ലാവരും നമ്മുടെ ഹൗസ് മേറ്റ്സ് എല്ലാം ലക്ഷ്മിക്ക് ഇതൊക്കെ പറഞ്ഞു. അതിനുശേഷം അനുമോൾ കാണിച്ച ഒരു കുസൃതിയാണ് കേട്ടോ. ഞാൻ അനുമോളിൽ കാണിച്ച കുസൃതി എടുത്തിടുക. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്തു. എന്താണ് ചോക്ലേറ്റ് എല്ലാം കൂടി പല്ലിനകത്ത് ഒട്ടിച്ചു വെച്ചിട്ട് നമ്മുടെ വാസന്തി ഉണ്ടല്ലോ, ഇല്ല ഒരു പറക്കം തളികയ്ക്കകത്ത് വാസന്തി ഉണ്ടല്ലോ, ആ വാസന്തിയുടെ ഒരു പല്ല് പോലെ പല്ലിനകത്ത് ചോക്ലേറ്റ് ഒട്ടിച്ചു വെച്ചിട്ട് ഇല്ല വെറ്റിലക്കറ പിടിച്ച പല്ലല്ലേ നമ്മുടെ വാസന്തി വരുമ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ വന്നിട്ട് എല്ലാവരെയും നോക്കി ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കിടന്ന് ഭയങ്കര ചിരിയായിരുന്നു. കാരണം ആ കേക്കിൻ്റെ ഇടയ്ക്ക് പോലെ ഒരു ഫൺ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. നമ്മൾ പറയാം അവൾ ഗെയിം കളിക്കുന്നില്ല, അവൾ പാവയെ പിടിച്ച് കണ്ടൻറ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കണ്ടൻറ് ഉണ്ടാക്കേണ്ടേ. ചെറിയ അവളുടേതായിട്ടുള്ള ചെറിയ മൊമെൻറ്റ്സ് പോലും അനുമോൾ കണ്ടൻറ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരും ചെയ്താൽ വഴക്കും അടിയും ഒക്കെ ഇല്ലാതെ എന്ത് രസമായിട്ട് പോവാം. സത്യം പറഞ്ഞാൽ ഈ അനുമോൾ വഴക്കുണ്ടാക്കാനായിട്ട് നടക്കുന്നോ? വഴക്കും അടിയോ വല്ലതും ഉണ്ടാക്കുന്നു. അവൾക്ക് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഫണ്ണ് കൊണ്ടുവരാനായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഫൺ കൊണ്ടുവരാൻ ശ്രമിക്കും. അല്ലെങ്കിൽ വഴക്കുണ്ടാക്കുന്നവരുടേത് വഴക്കുണ്ടാക്കണ്ടെന്ന് പറയും. വഴക്കുണ്ടാക്കുന്നവർ സ്വാഭാവികമായിട്ട് വഴക്കുണ്ടാക്കട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ അവരുടേതായിട്ടുള്ള കുറച്ച് കോൺട്രിബ്യൂഷൻ എല്ലാ കാര്യത്തിനും ഇച്ചിരിച്ച ഫൺ രൂപത്തിൽ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് ആദിലയ്ക്കും നൂറയ്ക്കും ഒട്ടും ഇവളുടെ ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആദിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പുറകിൽ നിന്ന് കുത്താം. അത് അനുമോളെന്നല്ല, എല്ലാവരുമായിട്ടും ആദ്യം കൂട്ടുകൂടും, പിന്നീട് അവരെ പുറകിൽ നിന്ന് കുത്തും. ആദ്യം കൂട്ടുകൂടും, പിന്നീട് പുറകിൽ നിന്ന് കുത്തും, വീണ്ടും അവരെ കൂടെ ചെല്ലും. അപ്പോൾ ഈ ഒരു നമ്മുടെ അനുമോൾ മിണ്ടാതിരിക്കുമായിരുന്നു. അനുമോളുടെ കൂടെ ബാത്റൂമിൻ്റെ അവിടെ പോയി ജിഷിൻ്റെ അടുത്ത് പറഞ്ഞ് എന്തായാലും അനുമോൾ മിണ്ടി കഴിഞ്ഞ് ഇനി അനുമോളെ അടുത്തത് കുത്താൻ പോവുകയാണ്. അവർ പ്ലാൻ ഇട്ടേക്കുവാണ് ആദിലയും നൂറയും കൂടി. ഈ ആദിലെ പിടിച്ച് പുറത്താക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നൂറ നല്ല അടിപൊളിയായിട്ട് കളിച്ചോളും. അത് തന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. ആദിലെ അങ്ങ് ഔട്ടായി പോയി കഴിയുമ്പോൾ നൂറയ്ക്ക് നൂറയുടെ കളി വരും. ഉറപ്പായിട്ട് നൂറയുടെ പാരൻസും അവരുടെ വീട്ടിൽ നിന്ന് പാരൻസും കാണാൻ വരും. അതെനിക്ക് ഉറപ്പാണ്. കാരണം അതിൽ പോയി കഴിഞ്ഞാൽ നൂറയുടെ പാരൻസ് ബിഗ് ബോസിൽ വരുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം നൂറയുടെ പാരൻസിൻ്റെ ഭയങ്കര സ്നേഹമാണ്. ഉപ്പ ഭയങ്കര സ്നേഹമാണെന്ന് ആ കുട്ടി പറയുകയും ചെയ്തു. അപ്പോൾ ക്യൂട്ട്നെസ് അനു.